നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചില സന്തോഷ വാർത്തകൾ കിട്ടാൻ പോവുകയാണ്. ചില ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. അപ്പോൾ അത് എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ഭഗവാന്റെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആൾക്കാർക്കും നിങ്ങളുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളിലേക്കൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു സമയം എന്ത് കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാലും അത് നടക്കും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ ഈ ഒരു സമയത്ത് മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നൽകുന്നതിനായിട്ട് യൂണിവേഴ്സ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയം ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു മനസ്സും ശക്തിയുമൊക്കെ ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനാൽ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ആ ഒരു സാധ്യതയും വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനുള്ള പുതിയ വഴികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്നുള്ളത് കാണുന്നുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില പ്രതിസന്ധികൾ, ആശങ്കകൾ, ദുഃഖങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകൾക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ സന്തോഷം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവാറുമുണ്ട്. സന്തോഷവും സങ്കടവുമൊക്കെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം മാറാനായിട്ട് ഈശ്വരനോട് മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം തീർച്ചയായിട്ടും നൽകും എന്ന് കാണുന്നുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാണ്. വലിയൊരു സമാധാനം, സന്തോഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങളിലേക്കൊരു മനോബലം, ധൈര്യം ഇവയൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെ ദുർബലരായ ആളുകളായിരിക്കാം. ചെറിയ ദുഃഖങ്ങളെപ്പോലും സഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ലായിരിക്കാം. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലായിരിക്കാം നിങ്ങളുള്ളത്. അതായത് ചെറിയ എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാൽ തന്നെ അതിനെ നിങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, ഉറക്കം പോലും നഷ്ടമാവുന്ന രീതിയിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു പ്രവണതയുള്ള ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ എന്തിനേയും സഹിക്കാനും അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളാനും നേരിടാനും ഒക്കെയുള്ള ആ ഒരു മനോബലം, തൻ്റെ ഇടം, ധൈര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ, ചില നഷ്ടങ്ങളൊക്കെ ഒരു മുറിവായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവർ മുഖേന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാരണക്കാരായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ വലിയ മാനസിക ആഘാതമാണ് നിങ്ങൾക്ക് നൽകിയത്. അതിൽ നിന്ന് കുറേയൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകൾ ഒരു വേദന പോലെ നിങ്ങളിൽ അവശേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് കാണുന്നത്,
നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതും മറ്റുള്ളവർ മുഖേന വന്നു ചേർന്നതുമായ നഷ്ടങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള ഓർമ്മകൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്നും മായ്ക്കേണ്ടതാണ്. അത്തരം ഓർമ്മകളൊക്കെ നിങ്ങളെ കൂടുതൽ സങ്കടത്തിലാക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾക്കുള്ള ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം ഓർമ്മകളെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക. സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ചിന്തകളെ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. അങ്ങനെ മുൻകൈ എടുക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പല മാർഗങ്ങളും തുറന്നു നൽകി നിങ്ങളെ സഹായിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തന ഘട്ടത്തിലാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ നേരിടുന്ന ഏതൊരു വെല്ലുവിളിയെയും നെഗറ്റീവ് ചിന്താഗതിയെയും വിട്ടുകളഞ്ഞ് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും വന്ന് എത്തിച്ചേരാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ നല്ല പ്രതീക്ഷകൾ നൽകുന്ന ആ ഒരു ദിനങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളിൽ പല ആളുകളും മറ്റ് വ്യക്തികളുടെ നിയന്ത്രണത്തിലായിരിക്കാം ജീവിക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കുമൊക്കെ അനുസരിച്ചായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോലും വേണ്ടാന്ന് വെച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ നിങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നവരുടെ ആ ഒരു ചിന്താഗതിയിൽ യൂണിവേഴ്സ് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.